അസ്സലാമലൈക്കും. ഗുഡ് ഈവനിങ്. നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പേരെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഹീല. ഞാൻ സംറിൻ സജ്ജ. ഞാൻ പ്രാർത്ഥന ഷനൂജ്. എൻ്റെ വലത്തും ഇടത്തും ഇരിക്കുന്നത് ചെറിയ പുള്ളികളൊന്നല്ല. ഒരാള് നല്ല സിംഗറാണ്, ഒരാള് അടിപൊളി ഡാൻസറാണ്. ഈ വർഷം നമുക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ ഉമൽക്കോയ് 40ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതെ, അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടല്ലേ വിർച്വൽ ഓണം സെലിബ്രേഷൻ നമ്മൾ ഇന്ത്യൻ അസോസിയേഷൻ ഉമൽക്കോയിന്റെ ആദ്യമായ ന്യൂ സ്റ്റെപ്പ് ഇനിഷ്യേറ്റീവാണിത്. നിങ്ങളെല്ലാവരും ഇത് ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടിച്ചു പൊളിക്കൂല്ലേ അപ്പൊ നമ്മള്? Please stand up in respect of UN National Anthem followed by Indian National Anthem. पंजाब सिंध गुजरात मराठा द्राविड़ उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय हे जय हे जय हे जय 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 हे. ഈ വർഷം ഒരുപാട് ജീവനുകളാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. ഉദാഹരണത്തിന് കരിപ്പൂർ വിമാന അപകടം, അതുപോലെ തന്നെ രാജമല ഉരുൾപൊട്ട്, അതുപോലെ തന്നെ COVID-19 അത് സൃഷ്ടിച്ച വിപത്ത് ചെറുതൊന്നല്ല, വളരെ വലുതാണ്. ലോകമെമ്പാടും അത് നമ്മളെ ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ മുൻ പ്രസിഡന്റായ ശ്രീ പ്രണബ് മുഖർജി, അതുപോലെ തന്നെ അസോസിയേഷൻ മെമ്പേഴ്സിന്റെ കുടുംബാംഗങ്ങളുമായ കുറെ പേര്, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നിമിഷമാണ് പ്രാർത്ഥന. നമ്മുടെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് മൊഹിദ്ദീന്റെ സ്വാഗത പ്രസംഗത്തിനായി കാതോർക്കാം. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ ഈ വർഷം അസോസിയേഷനെ സംബന്ധിച്ചുള്ളൊരു വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷമാണ്. നമ്മൾ അസോസിയേഷൻ്റെ 40ാം വാർഷികം ആഘോഷിക്കുന്ന വർഷമാണ് 2020. പക്ഷെ എല്ലാവർക്കും അറിയാം, ആ ഒരു
സാഹചര്യം അനുസരിച്ച് നമുക്കൊരു വലിയ ആഘോഷങ്ങളൊന്നും ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ പരിമിതിക്കുള്ളിൽ വെച്ചുകൊണ്ട് മാക്സിമം നമ്മുടെ മെമ്പേഴ്സിനെയും ബാക്കിയുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റീനെയും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചുവടുവെപ്പാണ് നമ്മുടെ വിർച്വൽ ഓണാഘോഷം. പുതുതായിട്ടൊന്ന് ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പല കുറവുകളും പല അപാകതകളും പല തെറ്റുകളും സംഭവിക്കാം. അപ്പോൾ നിങ്ങളേവരും ഇതിനെ ഒരു പുതിയ ഒരു ഉദ്യമമായി കണക്കാക്കിക്കൊണ്ട് എല്ലാ തെറ്റുകളെയും അപാകതകളെയും കുറവുകളെയും ക്ഷമിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമ്മളുടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മുടെ ഈ ഓണാഘോഷം നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പല പരിപാടികളും നമ്മുടെ മെമ്പേഴ്സിനെ കൊണ്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അയക്കാൻ പറഞ്ഞു. പക്ഷെ അത് വലിയ സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ക്ലാരിറ്റി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പല വീഡിയോസും ക്ലാരിറ്റി കുറയുന്ന വീഡിയോസിനെ നമ്മൾ ഒരു പുതിയൊരു രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും ക്ഷമയോടെ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ബിക്കോസ് നമ്മളതിനെ ചെറുതാക്കി കാണിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ പിക്സൽസ് കറക്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അത് വലുതാക്കും തോറും ബ്ലേഡ് ആവും, പിന്നെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം ക്ലാരിറ്റിയും ക്വാളിറ്റിയുമുള്ള വീഡിയോസ് നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ലാരിറ്റി കുറഞ്ഞ വീഡിയോസിനെ ഞങ്ങൾ വേറൊരു രൂപത്തിലാണ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങളേവരും അതിനെ നമ്മുടെ ഒരു ചെറിയൊരു കുറവായി കണക്കാക്കിക്കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് നമ്മുടെ ആരാധ്യനായ ബഹുമാനപ്പെട്ട ഇന്ത്യൻ കോൺസുൽ ഡോക്ടർ അമൻ പുരി ആണ് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു മെസ്സേജ് അയച്ചു വന്നിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയ കലാ സാഹിത്യ രംഗങ്ങളിലെ പല പ്രമുഖരും അസോസിയേഷൻ്റെ ഈ ഓണാഘോഷത്തിന് ആശംസ നേർന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞാൽ അതൊരു വലിയ ലിസ്റ്റായി പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് 2 പേരെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ തന്നെ സഹപാഠികളും എൻ്റെ കോളേജ് മേറ്റ്സുമായ 2 പേരാണ്. ഒരാൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, നമ്മുടെ ലക്ഷദ്വീപിലെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ശ്രീ മുഹമ്മദ് ഫൈസൽ PP-യും അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് വാർഡൻ മീൻസ് ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ വാർഡനായ ശ്രീമതി സജന കരീം. ഇവർ 2 പേരും എൻ്റെ ഒരു റിക്വസ്റ്റ് കേട്ടുകൊണ്ട് തന്നെ ഉടൻ തന്നെ നമുക്ക് മെസ്സേജുകൾ അയച്ചു തന്നു. അപ്പോൾ അവരെ ഞാൻ പ്രത്യേകം ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പല ആൾക്കാരും അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ സിനിമാ മേഖലയിൽ നിന്ന് ധർമ്മജൻ, ശിവദ, അതുപോലെ നമ്മുടെ ഇവിടെ UAE നിന്നുകൊണ്ട് നമ്മുടെ ശ്രീ രമേശ് പയ്യന്നൂർ, ശ്രീ ചന്ദ്രസേനൻ, നമ്മുടെ ഷാർജ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ EP ജോൺസൺ, മിസ്റ്റർ ചന്ദ്രസേനൻ, അങ്ങനെ ആ ലിസ്റ്റ് ഇങ്ങനെ ഒരുപാട് പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് കാണുന്തോറും ഓരോ വ്യക്തികളെയും നിങ്ങൾക്ക് നേരിട്ട് അവരുടെ ആശംസ കേൾക്കാനുള്ളൊരു അവസരം ഇവിടെയുണ്ട്. അപ്പോൾ ഈ എല്ലാ ആൾക്കാർക്കും ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മൽക്കോൻ മാനേജിംഗ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ഇന്ത്യൻ അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെയും സ്നേഹവും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ബിക്കോസ് അവരുടെ ചെറിയ സമയമാണെങ്കിൽ പോലും അത് വളരെ വിലപ്പെട്ടതാണ്. അത് നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഓരോ വീഡിയോ മെസ്സേജസ് അയച്ചതുകൊണ്ട് അവരെല്ലാവരെയും ഞങ്ങൾ എന്നും ഓർക്കും. അതുപോലെ നമ്മുടെ കലാപരിപാടികൾക്കായിട്ട് ഇവിടെ അയച്ചു തന്ന നമ്മുടെ മെമ്പേഴ്സും അവരുടെ കുട്ടികളും അവരും അവരുടേതായ കുറേ ഡെഡിക്കേറ്റഡ് വർക്ക് ഇവിടെ നമുക്കായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അവരോരോരുത്തരെയും ഞാൻ മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ 3-4 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരെയും നിങ്ങൾ ഈ പരിപാടി ഉടനീളം ക്ഷമയോടെ ഫുള്ള് കണ്ടുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ ബാക്കിയുള്ള കലാകാരന്മാരെയും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പിന്നെ ഒരാളുടെ പേര് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു ബ്ലോക്കായിട്ട് നിൽക്കും നമ്മുടെ ഈ പരിപാടിയുടെ. അത് വേറെ ആരുമല്ല, നമുക്ക് ടെക്നിക്കലായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന നമ്മുടെ ഈ വർഷത്തെ ആർട്സ് വിങ്ങിലെ മെമ്പർ കൂടിയായ മിസ്റ്റർ അക്ബർ ഷയാണ്. അതിൻ്റെ കൂടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാർ പലരും പുള്ളിക്കുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഫുൾ
ടെലികാസ്റ്റിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് തന്നെ നമ്മൾ അക്ബർ ഷാന് പറയാം. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ ഈ പരിപാടിക്ക് തന്നെ ഒരു കളങ്കമായി തീരും. അപ്പോൾ അദ്ദേഹത്തിന് അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയുടെ എല്ലാവിധ സ്നേഹ അഭിവാദ്യങ്ങൾ നമ്മൾ അർപ്പിക്കുകയാണ്. ഇനി ഞാൻ ആരെങ്കിലും പേര് എടുത്തു പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും സദയം ക്ഷമിക്കുക. ഞാൻ ഈ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകും തോറും നിങ്ങൾക്കും ചെറിയൊരു ബോറടി വരും. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഒരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് ഈ വർഷം ഓൺലൈനായിട്ടാണ് നമുക്ക് ഈ ഓണാഘോഷം ആഘോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അടുത്ത വർഷം നമ്മുടെ സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഈ സ്റ്റേജിൽ ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വന്നുകൊണ്ട് ഓണസദ്യയും പൂക്കള മത്സരവും ബാക്കിയുള്ള എല്ലാ പരിപാടികളും നമ്മുടെ ഈ അങ്കണത്തിൽ വെച്ച് നടത്താൻ സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാവണം. അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ നൽകിക്കൊണ്ട് എല്ലാ ഈ പ്രോഗ്രാം കാണുന്ന ഓരോ പ്രേക്ഷകരെയും ഞാൻ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി. നമ്മുടെ ചുറുചുറുക്കുള്ള 3 യൂത്ത് ഐക്കൺസ് ആണ് ഈ പരിപാടി നിങ്ങൾക്കായി പ്രസന്റ് ചെയ്യുന്നത്. ആ മൂവരും ഇപ്പോൾ ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ അവരായിരിക്കും സ്ക്രീൻ കൈയടക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്കും നമ്മുടെ അസോസിയേഷൻ്റെ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയണം, ആരെങ്കിലും വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഹാപ്പി ഓണം. താങ്ക് യു. ചരിത്രത്തിൽ ആദ്യമായി നമ്മളുടെ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് മിൽക്ക് ക്വീൻ ഒരു റിപ്പാട്രിയേഷൻ ഫ്ലൈറ്റ് നാട്ടിലേക്ക് അയച്ചു. അതിന്റെ ചില ദൃശ്യങ്ങൾ. ശ്രീ സജാദ് സഹീർ നാട്ടികയുടെ അധ്യക്ഷ പ്രസംഗമാണ് അടുത്തത്. ഇന്നത്തെ വെർച്വൽ ഓണാഘോഷത്തിൻ്റെ മുഖ്യാതിഥിയും ഉദ്ഘാടകനുമായ നമ്മുടെ പ്രിയങ്കരനായ കോൺസുൽ ജനറൽ ഹിസ് എക്സലൻസി ഡോക്ടർ അമൻപുരി, അതുപോലെ നാട്ടിൽ നിന്നും UAE-യിൽ നിന്നും ലോകത്തിൻ്റെ മറ്റ് അനേകം ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ഓണാഘോഷത്തിന് ആശംസകൾ അറിയിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഇന്ത്യൻ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ലേഡീസ് ആൻഡ് ചിൽഡ്രൻ, നമ്മുടെ ഇന്നത്തെ ഓണാഘോഷം വീക്ഷിക്കുന്ന മറ്റു സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എല്ലാവർക്കും ഇന്ത്യൻ അസോസിയേഷൻ്റെയും മാനേജിംഗ് കമ്മിറ്റിയുടെയും പേരിൽ നന്മയുടെയും സമൃദ്ധിയുടെയും സമത്വത്തിൻ്റെയും ഓണാശംസകൾ നേരുന്നു. എല്ലാവരും ഒരു ഓണസദ്യ കഴിഞ്ഞ ആലസ്യത്തിലാണെന്നറിയാം. UAE-യിൽ ജനുവരി അവസാന വാരത്തിൽ ആദ്യ കോവിഡ് സ്ഥിരീകരിച്ചതിന് ശേഷം ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇന്ത്യൻ അസോസിയേഷൻ നടത്തിവരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ക്വാറന്റൈൻ മുതൽ
ഉമ്മൽ ക്വീനിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന് ആരോഗ്യ വകുപ്പിനോട് ചേർന്നുകൊണ്ട് മറ്റു പ്രവർത്തനങ്ങളും അതുപോലെ മരുന്ന് വിതരണം, ഫുഡ് കിറ്റ് വിതരണം, അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി നമ്മൾ ഏകദേശം 500-ലേറെ പേർക്ക് അസോസിയേഷൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സൗജന്യ കോവിഡ് ടെസ്റ്റും നടത്തുകയുണ്ടായി. ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഉമ്മൽ ക്വീൻ ആരോഗ്യ വകുപ്പിൻ്റെയും നമ്മുടെ കോൺസുലേറ്റിൻ്റെയും എംബസിയുടെയും ഒക്കെ ഒട്ടനവധി അപ്രിസിയേഷനാണ് ഉമ്മൽ ക്വീൻ ഇന്ത്യൻ അസോസിയേഷൻ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് ലഭിച്ചത്. ഇതെല്ലാം സാധ്യമായത് ഉമ്മൽ ക്വീൻ ഇന്ത്യൻ അസോസിയേഷൻ്റെ 2020 മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരുടെയും മറ്റു അസോസിയേഷൻ മെമ്പർമാരുടെയൊക്കെ സഹായത്താൽ കൂടിയാണ്. ഞാൻ ഈ അവസരത്തിൽ അവരെല്ലാവരെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മാത്രമല്ല, ഈ പാൻഡമിക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടനവധി ഈദ് ആഘോഷങ്ങളടക്കം ഒട്ടനവധി ഫെസ്റ്റിവൽസ് കടന്നുപോയി. നമുക്കൊന്നും ഒന്നിച്ചിരുന്നോ ഒരുമിച്ചോ ആഘോഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം മുഴുവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ സൂം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഒരു വെർച്വലായിട്ടുള്ള ഒരു ഓണാഘോഷം, അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒത്തൊരുമിച്ച് ഇരുന്ന് കാണുവാനോ സ്റ്റേജ് പ്രോഗ്രാം നടത്തുവാനോ കഴിയാത്തൊരു സാഹചര്യമാണ്. അത് ഒരു സാങ്കേതിക വിദ്യയിലൂടെ ഗ്ലോബലായിട്ട് ലോകത്തിലുള്ള എല്ലാവർക്കും കാണത്തക്ക രീതിയിലാണ് ഈ വർഷത്തെ ഓണാഘോഷം നാം നടത്താൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതിനു വേണ്ടി സാങ്കേതിക സഹായങ്ങൾ നൽകി വരുന്ന നമ്മുടെ അസോസിയേഷൻ മെമ്പർമാരായ പ്രത്യേകിച്ച് മിസ്റ്റർ അക്ബർ ഷാ, അതുപോലെ അസോസിയേഷൻ്റെ ആർട്സ് വിംഗ് കോർഡിനേറ്റർ മിസ്റ്റർ ബാസിം ബഷീർ, അതുപോലെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, അങ്ങനെ തുടങ്ങിയ ഒരു വലിയ നിര തന്നെ നമ്മുടെ മക്കൾ തന്നെ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ആങ്കറിംഗ് അടക്കം നടത്തുന്നത്. അവരെല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. മാത്രമല്ല, ഇതിലെന്തെങ്കിലും പാകപ്പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിച്ച് 3-3.5 മണിക്കൂറോളം നീണ്ട ഈ പ്രോഗ്രാം വീക്ഷിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും അതുപോലെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഓണസദ്യ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ച അത് കാരണം പല അസോസിയേഷനുകളും ഇന്ന് മടിച്ചു നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ അവസരത്തിൽ ഒരു ഓണസദ്യ നടത്തുക എന്നത്. അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചപ്പോൾ എല്ലാ മെമ്പർമാരുടെയും വീട്ടുപടിക്കലേക്ക് മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാർ ഓണ കിറ്റുകളുമായിട്ട് ഓണസദ്യയുമായിട്ട് എത്തുക എന്നുള്ളതാണ്. പലരും ഇവിടെ വന്ന് കളക്ട് ചെയ്തവരുണ്ട്, എങ്കിലും ഒട്ടുമിക്ക ആളുകൾക്കും നാം അവരുടെ വീട്ടിലേക്ക് എത്തിക്കുകയുണ്ടായി. ഇതെല്ലാം അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ അസോസിയേഷന് വേണ്ടി, മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ ഓണ ആഘോഷത്തിന് നമ്മളെ സഹായിച്ചത് ഉമ്മൽ ക്വീൻ ഫ്രീ ട്രേഡ് സോൺ, എല്ലാവർക്കും അറിയാം, അതിൻ്റെ സാരഥികളെയും അതുപോലെ തലശ്ശേരി റെസ്റ്റോറൻറ്റ്, അൽമാരിഫ് പ്രിൻറ്റിംഗ് പ്രസ്, ടെക്നോ പ്രിൻ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളെയും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അസോസിയേഷന് വേണ്ടി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിന് ആശംസകൾ അറിയിക്കാനെത്തിയ എല്ലാവരെയും, പലരുണ്ട്, എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം ഒട്ടനവധി പേരുകൾ പറയാനുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും അസോസിയേഷൻ്റെ മെമ്പർമാർക്ക് വേണ്ടി, ഉമ്മൽ ക്വീൻ
നിവാസികൾക്ക് വേണ്ടി ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാഘോഷം നേർന്നുകൊണ്ടും ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്ന രീതിയിൽ സാമൂഹിക അകലം പാലിച്ചും മറ്റു നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടും നമ്മളെല്ലാവരും ഈ കോവിഡ് പാൻഡമിക്കിനെ നേരിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും വരും വർഷങ്ങളിലെല്ലാം നമുക്ക് ഒത്തൊരുമിച്ചിരുന്ന് ഓണവും മറ്റു ആഘോഷ പരിപാടികളും ആസ്വദിക്കാൻ സർവേശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. COVID-19 എന്ന മഹാമാരി മൂലം വിഷമിച്ച ഒരുപാട് പേർക്ക് ഫുഡ് കിറ്റുകൾ ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മൽക്കോയിൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അല്ല, നമ്മളുടെ IAU ഓണം 2020 ആരാ ഉദ്ഘാടനം ചെയ്യുന്നത്? അതറിയില്ലേ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൗൺസിൽ ജനറൽ ഡോക്ടർ അമൻ പുരിയാണ് നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന്റെ ഉദ്ഘാടന പ്രസംഗവും നമുക്ക് കാണാം. Namaskar. I'm absolutely delighted to join all of you on these auspicious Onam celebrations being hosted by the Indian Association Umalkoin. I would like to specially thank the President, Mr. Sajjad Sahir Saab, the General Secretary, Mr. Muhammad Mohideen, all office bearers and members of the association for organizing this beautiful celebration, even though it is virtual. As you know, the Consulate of India celebrates Onam every year with great pomp and fervor, and we did it this time, although I must say that it was a much more limited celebration because of obvious reasons. But the spirit of Onam was still the same. Onam is a celebration, a festival which brings people of all faiths together. When we remember the legend of King Mahabali, when we remember all our farmers who celebrate the harvest, and especially for people from Kerala, not only in India but all over the world, it is a very special day. And all Indians join our brothers and sisters together in this celebration. I must take this opportunity to thank the Indian Association Umalkoin for the extraordinary partnership which they have shown in the last few months with the Consulate of India, with other organizations and associations, helping all our Indian brothers and sisters in these times of distress and need. Whether it was repatriation, whether it was providing food and other assistance, or any other way, the extraordinary support which you have given is truly commendable. And I must add that it was not only for the Indian nationals, but for people from different nationalities, because we all truly believe in Vasudhaiv Kutumbakam, the whole world is one family. And together, all of us will emerge stronger from this crisis, and we are hoping that soon we will be out of this COVID crisis and we will be able to build our economy and start doing our celebrations in the way which we are all used to. With these words, I would like to once again thank you for inviting me, and I would like to inaugurate the online virtual celebrations of Onam and look forward to seeing you all in person. Thank you so much. Very happy Onam. Namaskar. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഓണം സെലിബ്രേഷൻ ഒരു ഉത്സവമായിരുന്നു. അതിന്റെ ചില ദൃശ്യങ്ങളിലേക്ക് പോവാം.
അങ്ങനെ IAU ഓണം 2020 വിർച്വൽ ആഘോഷത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി ഇന്ത്യൻ അസോസിയേഷൻ ഉമൽക്വൈൻ മുൻ പ്രസിഡന്റ് ശ്രീ CM ബഷീറിന്റെ ആശംസാ പ്രസംഗം കാണാം. ഞാൻ CM ബഷീർ, ഫോർമർ പ്രസിഡന്റ് ഇന്ത്യൻ അസോസിയേഷൻ. പ്രിയപ്പെട്ടവരെ, ഈ മഹാമാരി കാലത്തും നാം പൊന്നിൻ ചിങ്ങമാസവും ഓണാഘോഷങ്ങളും മറന്നില്ല. എല്ലാ കൊല്ലങ്ങളെപ്പോലെ ഇക്കൊല്ലവും ഇന്ത്യൻ അസോസിയേഷൻ ഓണം ആഘോഷിക്കുകയാണ്. വ്യത്യസ്തതകളോടെയുള്ള ഓണമാണ് ഇക്കൊല്ലം നാം ആഘോഷിക്കുന്നത്. എല്ലാ നിറക്കൂട്ടുകളുടെയും പരിപാടികളുടെയും കൂടിയുള്ള ആ ഓണാഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ സജ്ജാദിൻ്റെ നേതൃത്വത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റിയെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരോണം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ഹൃദ്യമായ ഓണാശംസകൾ. നന്ദി. അല്ല ജംറീൻ, ഈ വർഷത്തെ നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ആരൊക്കെയാ? നീനു, നമുക്ക് കുറച്ചുപേരൊക്കെ അറിയാലേ. എന്നാൽ നമുക്ക് അവരൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. അടുത്തതായി ഓണാശംസകൾ നേരുവാൻ നമ്മുടെ ട്രഷറർ ശ്രീ രാജേഷ് ഉത്തമൻ. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ വർഷവും 2 ദിവസമായിട്ട് വളരെ ഗംഭീരമായിട്ടാണ് നമ്മുടെ അസോസിയേഷൻ ഓണം ആഘോഷിക്കാറുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും പറയുന്നത് പോലെ സോപ്പിട്ട്, ഗ്യാപ്പിട്ട്, മാസ്ക് ഇട്ട് മലയാളികൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം. ഈ സന്ദർഭത്തില് നമുക്കും അതേ ഉള്ളൂ മാർഗം. മാനേജിംഗ് കമ്മിറ്റി ഞങ്ങള് ഓണാഘോഷം എങ്ങനെ സംഘടിപ്പിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ പരിചിതമല്ലെങ്കിലും വെർച്വലായിട്ട് ഈ വർഷം നമുക്ക് എല്ലാ വർഷവും ആഘോഷിക്കുന്ന അത്രയും പൊലിമയില്ലെങ്കിലും ആഘോഷിക്കണം എന്ന് തന്നെയാണ് മാനേജിംഗ് കമ്മിറ്റിയിലെ എല്ലാ മെമ്പേഴ്സും തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ചെറിയ രീതിയിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വെർച്വലായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. എല്ലാ മെമ്പേഴ്സിനും അസോസിയേഷൻ എത്തിച്ചേർന്ന ഓണസദ്യ ഗംഭീരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ സന്ദർഭത്തില് ഒരു അസോസിയേഷന്റെ ട്രഷറർ എന്ന നിലയിൽ എനിക്ക് ഒരു കാര്യം എല്ലാ മെമ്പേഴ്സിനെയും ഒന്ന് ഓർമ്മപ്പെടുത്താനുണ്ട്. എല്ലാ വർഷവും നമ്മൾ മാർച്ച് 31 മെമ്പർഷിപ്പ് ക്ലോസിംഗ് ഡേറ്റ്. മെമ്പർഷിപ്പ് വോട്ടിംഗ് റൈറ്റോടുകൂടി മെമ്പർഷിപ്പ് പുതുക്കാനുള്ള ഡേറ്റ് മാർച്ച് 31. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അത് 3 പ്രാവശ്യം നീട്ടി വെച്ചു. ഇപ്പോൾ ലാസ്റ്റിൽ നമ്മൾ സെപ്റ്റംബർ 10 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ പറയാൻ പാടില്ല എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം അസോസിയേഷന് ഈ വർഷം യാതൊരു വിധമായ വരുമാനം ഇല്ലാത്ത വർഷമാണ്. ഹോൾ റെന്റ് ഔട്ട് ആയാലോ അല്ലെങ്കിൽ പ്രോഗ്രാമിന് ഒരു പ്രോഗ്രാമും ഇല്ലായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മെമ്പർഷിപ്പ് പുതുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അസോസിയേഷനിലെ വൈകിട്ട് 7 മണി തൊട്ട് 10 മണി വരെ ഞങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടാവും. നിങ്ങൾ വന്നിട്ട് മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യുക. വോട്ടിംഗ് റൈറ്റോട് കൂടിയിട്ട് മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 10. അതിനുള്ളിൽ എല്ലാവരും മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ അസോസിയേഷന്റെ മെമ്പേഴ്സിനും ഫാമിലിക്കും കുട്ടികൾക്കും ഹൃദയത്തിന്റെ പേരിലും നന്മയുടെയും സമർത്ഥതയുടെയും ഒരു പൊന്നോണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
ആശംസയുമായി നമ്മുടെ സ്വന്തം വൈസ് പ്രസിഡന്റ് ശ്രീ ഷനോജ് നമ്പ്യാർ. എല്ലാവർക്കും നമസ്കാരം. COVID-19 എന്ന ഈ മഹാമാരി ലോകത്തെമ്പാടും പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മലയാളികൾക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാഘോഷമാണ് ഓണം. ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മൽക്കോയൻ എല്ലാ വർഷവും 2 ദിവസമാണ് ഓണം ആഘോഷിക്കാറ്. ഒരു ദിവസം കലാപരിപാടികളും പിറ്റേ ദിവസം ഓണസദ്യ, തിരുവാതിരക്കളി, വടംവലി മത്സരം, ചെണ്ട, എല്ലാ പരിപാടികളും വളരെ ഭംഗിയായി നമ്മൾ നടത്തുന്നതാണ്. ഈ വർഷം അതിനുള്ള ഒരു സാഹചര്യം നമ്മൾക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു വെർച്വൽ ഓണാഘോഷമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇന്നിവിടെ നമ്മുടെ ഈ വെർച്വൽ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ മെമ്പർമാർക്കും കുട്ടികൾക്കും ആശംസകൾ നേരുന്നു. അതോടൊപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. Quain Free Zone, now introducing new Business Light packages. Avail attractive government subsidies to start up and grow your dream business. Quain Free Zone. It's easier than you think. ഇന്ത്യൻ പാർലമെന്റിലെ ചുറുചുറുക്കുള്ള MP ലക്ഷദ്വീപിന്റെ സ്വന്തം ശ്രീ മുഹമ്മദ് ഫൈസൽ PP-യുടെ ഓണാശംസ. ഇത്തവണത്തെ ഓണം എല്ലാവരും ഒരു വിർച്വൽ ഓണമായി ആഘോഷിക്കുന്ന സ്ഥിതിക്ക് ഉമ്മുൽ ഖുവൈനിലെ ഇന്ത്യൻ അസോസിയേഷൻ്റെ എല്ലാ കുടുംബങ്ങൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
ഉമ്മൽ ക്വൈൻ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രബുദ്ധരായ പ്രവർത്തകരെ, നേതാക്കളെ, കുടുംബാംഗങ്ങളെ ഏവർക്കും എന്റെ സ്നേഹവന്ദനം. ആദ്യമായിട്ട് ഏവർക്കും ഓണത്തിന്റെ സമ്പൽ സമൃദ്ധമായ ഐശ്വര്യത്തിന്റെ, സ്നേഹത്തിന്റെ, കരുണയുടെയൊക്കെ ഒരു ഓണത്തിന്റെ ആശംസകൾ നേരുവാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മൽ ക്വൈൻ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ ഏറെ മനസ്സുകൊണ്ട് അടുപ്പമുള്ള ഒരു അസോസിയേഷൻ. പ്രത്യേകിച്ച് അതിന്റെ നേതൃത്വത്തിൽ വരുന്ന പലരും ഞാൻ വളരെയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരാണ്. കഴിഞ്ഞ വർഷത്തെ ബഷീറായാലും ഈ വർഷത്തെ ബഹുമാനപ്പെട്ട എന്റെ പ്രിയ സഹോദരൻ, എന്റെ അനുജനായിട്ട് ഞാൻ കാണുന്ന സജ്ജാദായാലും ഒക്കെ, അതിന്റെ മറ്റു ഭാരവാഹികൾ, മുൻ വൈസ് പ്രസിഡന്റായിരുന്ന മുതലാളിയൊക്കെ, എല്ലാവരും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി. ഈ അടുത്ത സമയത്ത് ഈ കൊറോണയുടെ കാലത്ത് ഏതാണ്ട് 140ഓളം മുക്കുവർ അവിടെ സ്ട്രാൻഡഡ് ആയിരുന്നു. അവരവിടെ വല്ലാത്ത അവസ്ഥയിൽ കിടന്നപ്പോൾ പെട്ടെന്ന് ചിലരിൽ കൂടെ എനിക്ക് നാട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരും എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വിളിച്ചത് സജ്ജാദിനെയാണ്, അതിന്റെ ഇന്ത്യൻ അസോസിയേഷന്റെ ഉമ്മൽ ക്വൈനിന്റെ പ്രസിഡന്റിനെ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇതിനകത്ത് ഓൾറെഡി ഇടപെട്ടിരിക്കുകയാണ്. പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ടതൊക്കെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ആൾക്കാരെയൊക്കെ കയറ്റിവിടുവാനും ഒക്കെ ഒരുപാട് പേർക്ക് ഭക്ഷണപ്പൊതികളും ഭക്ഷണ സാധനങ്ങളും എത്തിക്കാനായിട്ട് ഉമ്മൽ ക്വൈൻ ഇന്ത്യൻ അസോസിയേഷൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃതാർത്ഥതയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപരിയായിട്ട് ഇപ്രാവശ്യം ഓണപരിപാടികൾ നടക്കുകയാണ്. അത് അവര് ഓൺലൈനിൽ കൂടെയാണ്. ഒരുപാട് കലാപരിപാടികൾ, മത്സരങ്ങൾ ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മൽ ക്വൈനെ എത്ര കണ്ട് പ്രശംസിച്ചാലും തീരില്ല എന്ന് എനിക്കറിയാം. എങ്കിലും സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ചുരുക്കം വാക്കുകളിൽ ഞാൻ എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. എല്ലാ ആശംസകളും അവരുടെ പരിപാടിക്ക് 11-ാം തീയതി നടക്കാൻ പോകുന്ന ഈ വലിയ മാമാങ്കത്തിന്, മാമാങ്കം എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കുകയാണ്. ഉമ്മൽ ക്വൈൻ ഇന്ത്യൻ അസോസിയേഷന്റെ ഭാരവാഹികൾക്ക്, ആ പ്രസ്ഥാനത്തിന്, അതുപോലെ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എന്റെ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് എല്ലാവിധമായ ആശംസകൾ, അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. സർവേശ്വരൻ എല്ലാ കുടുംബങ്ങളെയും വളരെ നല്ല രീതിയിൽ തന്നെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടെ ഓണത്തിന്റെ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ എല്ലാവിധമായ കടപ്പാടും സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ജയ്. അടുത്തതായി നമുക്കൊരു മനോഹരമായ ഒരു ഗാനം കേട്ടിട്ട് വരാം. കാണുന്ന പൂമരം പോലെ പൂമുഖത്തിണ്ണയിൽ നിന്നു പൂവണി പൂവണി ഓരോന്നും പിന്നെ നിൻ മുഖഭാവവും കണ്ടും നിന്റെ കയ്യിൽ നിന്നും പണ്ടു ഞാൻ നേടിയ പൂവട തൻ രുചിയോർത്തും പൂവണി പൂവണി ഓരോന്നും പിന്നെ നിൻ മുഖഭാവവും കണ്ടും നിന്റെ കയ്യിൽ നിന്നും പണ്ടു ഞാൻ നേടിയ പൂവട തൻ രുചിയോർത്തും മുറ്റത്തു നിന്നു ഞാൻ തമ്പുരാട്ടി മുക്തമീ കാഴ്ച തന്നെയോരോണം മുറ്റത്തു
കാലത്തിൻ കോലത്താൽ വേർപിരിഞ്ഞോ നമ്മൾ കാണുകയായിത വീണ്ടും കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിണ്ണയിൽ നിന്നു. കേരളത്തിലെ ആദ്യത്തെ വനിതാ DFOയും ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ വാർഡനുമായ ശ്രീ സജ്ന കരീമിന്റെ ഓണാശംസ. സമൃദ്ധിയുടെ നാളുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ഓണക്കാലം കൂടി. ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മുൽ ഖുവൈനിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എന്റെയും കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്തതായി ഒരു നല്ലൊരു ഡാൻസ് കണ്ടാലോ? മധുരം മധുരം അഖിലം മധുരം മധുരാധിപതിരഖിലം മധുരം 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 അഖിലം മധുരം മധുരാധിപതിരഖിലം മധുരം അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം 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 അഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം 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 അഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതേരഖിലം മധുരം 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 അഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം 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 അഖിലം മധുരം മധുരാധിപതി. നമസ്കാരം. ഒരു സംഘടനയുടെ ഗുണങ്ങൾ തീരുമാനിക്കുന്നത് പ്രധാനമായി 3 കാര്യങ്ങളിലാണ്. ഒന്ന്, അതിൻ്റെ ലീഡർഷിപ്പിൻ്റെ വിഷൻ. മറ്റൊന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ ആ സംഘടന പ്രവാസ ലോകത്ത് പ്രവാസികളായി ചെയ്ത പ്രവർത്തനങ്ങൾ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അതിലെ അംഗങ്ങളുടെ സാമൂഹിക കാഴ്ചപ്പാട്. ഒരു സംഘടന പ്രവാസ ലോകത്ത് നല്ല സംഘടനയായി നിൽക്കുന്നു എന്ന് പറയണമെങ്കിൽ ഈ 3 ഘടകങ്ങളും ഒന്നിച്ച് വരണം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഉമ്മൽ ഖുവൈൻ ഇന്ത്യൻ അസോസിയേഷനെ പറ്റി പറയുമ്പോൾ
ഈ 3 ഘടകങ്ങളും ഒരുപോലെ ജനസേവനത്തിനെന്നുള്ള ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് സജാദ് നാട്ടിക ഇത്രയും കഴിവുള്ള, ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള, അതോടൊപ്പം തന്നെ സാമൂഹ്യ സേവന തൽപരനായിട്ടുള്ള അദ്ദേഹം നയിക്കുന്ന ഉമ്മൽ കോയിൻ ഇന്ത്യൻ അസോസിയേഷൻ കഴിഞ്ഞതൊന്നും പറയാൻ കഴിയില്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പാൻഡമിക്കിൻ്റെ കാലത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘടനയിലെ മെമ്പേഴ്സും ആയിരക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാർക്ക് അത്താണിയായി മാറിയതിന് സാക്ഷ്യം വഹിച്ചവരാണ് NTV. തീർച്ചയായിട്ടും NTVയുടെ ഹെൽപ്പ് ലൈനിൽ കൂടെ വന്ന ഒരുപാട് കോളുകൾ ശ്രീ സജാദിന് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട്. അത് പാസ്പോർട്ട് മാറ്റി കൊടുക്കുന്ന കാര്യം തൊട്ട് ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കുന്ന കാര്യം വരെ, ടിക്കറ്റും അതുപോലെയുള്ള കാര്യങ്ങൾ വരെ NTV അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഉമ്മൽ കോയിൻ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരും സജാദും മറ്റ് ഭാരവാഹികളും ചേർന്ന് ഈ UAE മുഴുവൻ മലയാളികൾക്കും, അത് ടെറിട്ടറി ഒന്നും നോക്കിയിട്ടില്ല, മുഴുവൻ മലയാളികൾക്കും എവിടെയാണോ സേവനം ആവശ്യമുള്ളത് ആ തരത്തിലേക്ക് ഉയർന്ന് ഉമ്മൽ കോയിൻ്റെ മാത്രമല്ല നോർത്തേൺ എമിറേറ്റ്സിൻ്റെ മുഴുവൻ പ്രവാസികളുടെ നടുനായകത്വത്തിലേക്ക് ഉയർന്ന ഉമ്മൽ കോയിൻ ഇന്ത്യൻ അസോസിയേഷനെ ഈ അവസരത്തിൽ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും UAE നമ്പർ 1 ഇന്ത്യൻ ചാനലായ നിങ്ങളുടെ സ്വന്തം NTVയുടെ ഓണാശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഇത് ആഹ്ലാദത്തിൻ്റെ ഓണമല്ല, ഇത് ജാഗ്രതയുടെയും അതിജീവനത്തിൻ്റെയും കാണാ കണ്ണുകൾ കൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുന്നതിൻ്റെയും ഓണത്തിൻ്റെ ഓർമ്മകളാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ NTVയുടെ ഓണാശംസകൾ. അടുത്തതായി നമുക്കൊരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.
നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ചന്ദ്രസേന, പ്രവാസി ഭാരതി റേഡിയോ അബുദാബി. ഉമ്മൽ ഖൈൻ ഇന്ത്യൻ അസോസിയേഷന്റെ വേദിയിൽ ഞാൻ എത്തുന്നത് ആദ്യമായിട്ടല്ല. നിരവധി തവണ നിരവധി സാംസ്കാരിക പരിപാടികളുമായി ബന്ധപ്പെട്ട ഈ വേദിയിൽ നിങ്ങളെ കാണാൻ ഞാൻ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് എത്തിയിരിക്കുന്നത്. മലയാളിയുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഇപ്രാവശ്യത്തെ നമ്മുടെ ദേശീയ ഉത്സവത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഉത്സവത്തിനല്ല പ്രത്യേകതകൾ, അത് നടപ്പിലാക്കുന്നതിലാണ് ചില പ്രത്യേകതകൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരുന്നത്. കാരണം ലോകത്ത് എമ്പാടും കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാനോ സംബന്ധിക്കാനോ ഉള്ള സാഹചര്യമില്ല. എങ്കിലും നമ്മുടെ ദേശീയ ഉത്സവമായ ഓണം വളരെ ഭംഗിയാക്കാൻ തന്നെയാണ് ഉമ്മൽ ഖൈൻ ഇന്ത്യൻ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. വൈവിധ്യമാർന്ന കലാപരിപാടികൾ, അതോടൊപ്പം തന്നെ വളരെ വ്യത്യസ്തമായ ചില മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതായി അറിഞ്ഞിട്ടുണ്ട്. ഉമ്മൽ ഖൈൻ ഇന്ത്യൻ അസോസിയേഷനെ കുറിച്ച് പറയുമ്പോൾ സാംസ്കാരിക പരിപാടികളിൽ മാത്രമല്ല, സാമൂഹ്യ സേവന രംഗത്ത് ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഏതൊക്കെ തരത്തിലുള്ള സഹായം നൽകാമോ അതെല്ലാം നൽകിയ സംഘടനകളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് ഉമ്മൽ ഖൈൻ ഇന്ത്യൻ അസോസിയേഷൻ. പ്രത്യേകിച്ചും ഈ ഒരു കോവിഡ് ബാധിച്ച കാലഘട്ടത്തിൽ സാധാരണക്കാരായ നിരവധി പേർക്ക് താങ്ങും തണലുമായി നിൽക്കാൻ ഉമ്മൽ ഖൈൻ ഇന്ത്യൻ അസോസിയേഷൻ അതിന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ നോക്കിക്കാണുന്നുണ്ട്. അവരെ അഭിനന്ദിക്കാൻ ഈ ഒരു അവസരം കൂടി കീഴ്പ്പെടുത്തുകയാണ്. പ്രവാസി ഭാരതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുജന മാധ്യമം എന്നുള്ള നിലയ്ക്ക് ഇത്തരം സാംസ്കാരിക സാമൂഹ്യ സംഘടനകളുടെ പ്രവർത്തനത്തിൽ ഒപ്പം നിൽക്കാനാണ് ഇന്നും ശ്രമിച്ചിട്ടുള്ളത്. ഈ ഓണാഘോഷ വേളയിലും പ്രിയപ്പെട്ടവരെ, വളരെ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്ന് ഏകോപനത്തിൽ ചില വ്യത്യസ്തത പുലർത്തിക്കൊണ്ടാണെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അത് നമുക്കിപ്പോൾ സാധ്യമാകും. ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആണെങ്കിലും നിരവധി കലാപരിപാടികളും അതോടൊപ്പം അനുബന്ധമായ മത്സരങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഉമ്മൽ ഖൈൻ ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഈ ഓണാഘോഷ പരിപാടികളിൽ പങ്കുകൊള്ളാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ഉമ്മൽ ഖൈൻ ഇന്ത്യൻ അസോസിയേഷന്റെ നല്ലവരായ പ്രവർത്തകർക്ക് പ്രവാസി ഭാരതിയുടെ ആശംസകൾ. എല്ലാ അംഗങ്ങൾക്കും കാണികളായ നിങ്ങൾക്ക് ഏവർക്കും പ്രവാസി ഭാരതിയുടെ ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. അടുത്തത് നമുക്കൊരു മനോഹരമായ ഡാൻസ് കാണാം. എത്ര പൂക്കാലമിനി, എത്ര മധുമാസമതിൽ, എത്ര നവരാത്രികളിലമ്മേ, എത്ര പൂക്കാലമിനി, എത്ര മധുമാസമതിൽ, എത്ര നവരാത്രികളിലമ്മേ, നിൻമുഖം തിങ്കളായി പൂനിലാപ്പാൽ ചൊരിഞ്ഞെന്നിൽ വീണലിയുമെൻ ദേവി, മിഥിലയിനിയും പ്രിയ ജനകസുതയെ ഒരു വിരക കഥയാക്കുമോ, പറയുക 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 നീ ഷൺമുഖ പ്രിയരാഗമോ, നിന്നിലെ പ്രേമഭാവമോ, എന്നെ ഞാനാക്കും ഗാനമോ, ഒടുവിലെന്റെ ഹൃദയ തീരമണയുമൊരഴകിത് ഷൺമുഖ പ്രിയരാഗമോ. മകരികമാ നമസ്കാരം. നാട്ടിലെ ഓണം 2 ദിവസം കൊണ്ട് കഴിഞ്ഞു. ഞങ്ങളെപ്പോഴും കലാകാരന്മാർ പറയാറുണ്ട്, ഓണം ആഘോഷിക്കുന്നത് എപ്പോഴും നിങ്ങളാണ്, നിങ്ങൾ വിദേശത്തുള്ളവരാണ് എന്ന് ഞങ്ങളെപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴും ആ ഓണാഘോഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൽ ഖൈൻ ഇന്ത്യൻ അസോസിയേഷനിലെ ഓണാഘോഷിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അടുത്തതായി നമുക്കൊരു അടിപൊളി ഗാനത്തിലേക്ക് പോകും.
എല്ലാവർക്കും നമസ്കാരം. രമേഷ് പയ്യന്നൂരാണ്. ഉമ്മൽ ഖുവൈൻ ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇക്കുറി കൂട്ടം കൂടി നിന്ന് ഓണം ആഘോഷിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. അത് ഏത് നാട്ടിലായാലും അങ്ങനെ തന്നെ. കേരളത്തിലും ഇക്കുറി ഓണാഘോഷമില്ല, ഗൾഫ് നാടുകളിലുമില്ല. പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ ഓൺലൈനിലൂടെ ഇക്കുറി ഓണം ആഘോഷിക്കുകയാണ് ഉമ്മൽ ഖുവൈൻ ഇന്ത്യൻ അസോസിയേഷൻ. വളരെ മാതൃകാപരമായി കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഓണാഘോഷം തന്നെയാണ്. പക്ഷെ അത് ഓൺലൈനാണെന്ന് മാത്രം. ഉമ്മൽ ഖുവൈൻ ഇന്ത്യൻ അസോസിയേഷന്റെ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധതരം മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ ഓണസദ്യ വീടുകളിൽ എത്തിച്ചു കൊടുത്തു. അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഓണാഘോഷമാണ് വളരെ മാതൃകാപരമായ രീതിയിൽ ഉമ്മൽ ഖുവൈൻ ഇന്ത്യൻ അസോസിയേഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഞങ്ങളെപ്പോലെയുള്ള അതിഥികളെല്ലാം വീടുകളിൽ ഇരുന്ന് ഈ ഓൺലൈൻ ഓണാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഉമ്മൽ ഖുവൈനിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ച് മലയാളികളുടെ പ്രശ്നങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടുന്ന സംഘടനയാണ് ഉമ്മൽ ഖുവൈൻ ഇന്ത്യൻ അസോസിയേഷൻ. അതുപോലെ തന്നെയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും. ഓണാഘോഷമായാലും മറ്റ് ആഘോഷങ്ങളായാലും എല്ലാം വളരെ സജീവമായിട്ട് അംഗങ്ങളെല്ലാം പങ്കെടുപ്പിച്ച് മാതൃകാപരമായിട്ട് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനയാണ് ഉമ്മൽ ഖുവൈൻ ഇന്ത്യൻ അസോസിയേഷൻ. ഇത്തവണ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഓൺലൈൻ ഓണം സംഘടിപ്പിക്കുന്നു. അതിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഉമ്മൽ ഖുവൈൻ ഇന്ത്യൻ അസോസിയേഷന്റെ എല്ലാ ഭാരവാഹികൾക്കും, അംഗങ്ങൾക്കും, കുടുംബാംഗങ്ങൾക്കും, കുട്ടികൾക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്കൊരു നൃത്തം കണ്ടാലോ ഇനി അടുത്തതായി? ഇതുവഴി കാളിന്റെ തടത്തിൽ ഹരിയൊരു പ്രേമഹർഷമാണ് കുഴിവിളി അലനെയും നദി തന്റെ ഹൃദയം കുളകം ഞൊറിയുകയായി സ്വരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകാരിൽ വരുവാ ശ്യാമമേഘമേരി സഗമപ സ്നേഹദത്തുമായി കാളിന്റെ തടത്തിൽ സുഗമപ പ്രേമഹർഷമായി. കുസൃതി പൂം കാറ്റും മണവും നീയല്ലോ അകത്താരിൽ ഒരു രാഗം അനുപല്ലവിയായി തീരുമ്പോൾ ഉദയത്തിൻ സൗവർണ കിരണങ്ങൾ വിടരുന്ന മനസ്സിൽ വിരിയോ Umal Quain Free Zone, now introducing new business light packages. Avail attractive government subsidies to start up and grow your dream business. Umal Quain Free Zone. It's easier than you think. അടുത്തതായി നമുക്കൊരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഓണപ്പൂവേ ഓമൽപ്പൂവേ പൂമ്പൊടിയൻ വണ്ടിൻ തേനും മാവേലിക്കുയിരു നൽകും സർവസ്വദാത്രീ സൗവർണഗാത്രീ നീയൻ മനസ്സുണർത്തി പൂവേ നീയൻ മനസ്സുണർത്തി
ഓണപ്പൂവേ ഓമൽപ്പൂവേ പൂങ്കൊതിയൻ മണ്ണിൻ തേനും മാവേലിക്കുയിരു നൽകും സർവസ്വദാത്രീ സൗവർണഗാത്രീ നീ എൻ മനസ്സുണർത്തി പൂവേ നീ എൻ മനസ്സുണർത്തി ചിങ്ങനിലാവിന്റെ ചിത്രാംബരം ചാർത്തി ഉത്രാടരാത്രിയുറങ്ങി ചിങ്ങനിലാവിന്റെ ചിത്രാംബരം ചാർത്തി ഉത്രാടരാത്രിയുറങ്ങി നെഞ്ചിലൊരായിരം സ്വപ്നവുമായി നെയ്യാമ്പലുകൾ മയങ്ങി വരവായി പൊന്നോണ പുലരി വരവായി ഉത്സവലഹരി നീ എൻ മനസ്സുണർത്തി പൂവേ നീ എൻ മനസ്സുണർത്തി ഓണപ്പൂവേ ഓമൽപ്പൂവേ പൂങ്കൊതിയൻ വണ്ടിനു തേനും മാവേലിക്കുയിരു നൽകും സർവസ്വദാത്രീ സൗവർണഗാത്രീ നീ എൻ മനസ്സുണർത്തി പൂവേ നീ എൻ മനസ്സുണർത്തി കിഴക്കേ മാനത്ത് കിങ്ങിണിക്കൊമ്പത്ത് പൊൻകതിർ പൂക്കളുണർന്നു കിഴക്കേ മാനത്ത് കിങ്ങിണിക്കൊമ്പത്ത് പൊൻകതിർ പൂക്കളുണർന്നു മരുതക ചിറകുള്ള മണിരഥമേറി മാവേലി വന്നിറങ്ങി വരവായി പൊന്നോണ പുലരി വരവായി ഉന്മാദലഹരി നീ എൻ മനസ്സുണർത്തി പൂവേ നീ എൻ മനസ്സുണർത്തി ഓണപ്പൂവേ ഓമൽപ്പൂവേ പൂങ്കൊതിയൻ വണ്ടിൻ തേനും മാവേലിക്കുയിരു നൽകും സർവസ്വദാത്രീ സൗവർണഗാത്രീ നീ എൻ മനസ്സുണർത്തി പൂവേ നീ എൻ മനസ്സുണർത്തി ചെമ്പനി നീർപ്പൂവേ നറുതുമ്പപ്പൂന്തിരളേ ഓർമ്മപ്പൂക്കളമോണ പൂക്കളമെഴുതാൻ കൂടാമോ ചെമ്പനി നീർപ്പൂവേ
നറുതുമ്പ പൂന്തിരളേ ഓരോ പാട്ടിലും ഓരോ വീട്ടിലും ഓണം കൂടാമോ ചെമ്പനി നീർപ്പൂവേ പനി നീർപ്പൂവേ പൂവേ. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുമി. ഉമ്മുൽഖൈനിലുള്ള എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഉമ്മുൽഖൈൻ ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണം ആഘോഷം, അതും വിർച്വൽ ഓണം ആഘോഷം ഈ വരുന്ന സെപ്റ്റംബർ മാസം 11-ാം തീയതി നടക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞു ഒരുപാട് സന്തോഷം. ഒരുപാട് വർണ്ണങ്ങൾ ഒരുക്കി, ഒരുപാട് പല പല വിഭവങ്ങൾ ഒരുക്കി, പല പല പ്രോഗ്രാമുകൾ ഒരുക്കി ഓൺലൈനിലൂടെ ഉമ്മുൽഖൈനിലുള്ള എല്ലാ പ്രിയപ്പെട്ട മലയാളികളും ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മുൽഖൈൻ ഒരുക്കുന്ന ഈ ഓണം പ്രോഗ്രാമിൽ അണിനിരക്കുന്നെന്നറിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഈ ഒരു കൊറോണ കാലത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് ഉടലുകളൊക്കെ അകന്നിരുന്ന് ഹൃദയങ്ങളും ഉയരുകളും കൊണ്ട് ഒന്നിച്ച് ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഇത് നല്ലൊരു അടിപൊളി പ്രോഗ്രാം ആവാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷസും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഹാപ്പി ഓണം. അടുത്തതായി ഒരു അടിപൊളി ഡാൻസിലേക്ക് പോവാം. നമുക്കൊരു നൃത്തം കണ്ടാലോ? ഇനി അടുത്തതായി As the Indian Association, I wish you happy Onam. Onam Ashamsikal. അടുത്തതായി നമുക്കൊരു അടിപൊളി ഗാനത്തിലേക്ക് പോകും.
തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പാട്ടില്ലാതെ എന്ത് തിരുവോണാഘോഷം അല്ലേ? നമസ്കാരം, എൻ്റെ പേര് മഞ്ജു. ഞാൻ കൊച്ചി റേഡിയോ മാംഗോ 91.9 RJ ആണ്. കുറച്ചുനാൾ UAE ഉണ്ടായിരുന്നു. റാസൽ ഖൈമ റേഡിയോ ഏഷ്യയിലും ദുബായ് ഏഷ്യാനെറ്റ് റേഡിയോയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും അറിയാം അവിടുത്തെ ഒരു ഓണാഘോഷത്തിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലുള്ള ഒരു മലയാളിയും എനിക്ക് തോന്നുന്നില്ല ഈ പ്രവാസികൾ ആഘോഷിക്കുന്നത് പോലെ ഓണം ആഘോഷിക്കുന്നുണ്ടെന്ന്. അവിടെ അജ്മാൻ ഓണമൊക്കെ ഞാൻ ഒരിക്കൽ ആങ്കർ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ എഫേർട്ട്, അതിൻ്റെ ഒരു കോർഡിനേഷൻ, അതിന് സദ്യ ഒരുക്കൽ, പ്രാക്ടീസ്, അങ്ങനെ ഒരു ബഹളമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘാടകർക്കൊക്കെ ഹാറ്റ്സ് ഓഫ്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ COVID-19 ഈ പശ്ചാത്തലത്തിലും നമ്മൾ ഓണാഘോഷത്തെ കൈവെടിഞ്ഞ് കളയാതെ അത് വെർച്വലി നടത്താനുള്ള ഈ തീരുമാനവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ ഉമൽ ക്വീന് എൻ്റെ എല്ലാവിധ ഓണാശംസകളും നേരുന്നു. നമസ്കാരം, ഞാൻ ഡയന സുമൻ. ഉമൽ ക്വീൻ ഇന്ത്യൻ അസോസിയേഷൻ ഇത്തവണത്തെ ഓണം ഓൺലൈൻ ആക്കിയതിൽ ആദ്യം തന്നെ വലിയൊരു കയ്യടി. കാരണം ഓണത്തിന്റെ ആ ഒരു ഫീൽ നമുക്ക് പ്രവാസികൾക്ക് നഷ്ടാവാൻ പാടില്ല. ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങി വന്ന ഉമൽ ക്വീൻ ഇന്ത്യൻ അസോസിയേഷന്റെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേക കയ്യടികളുണ്ട്. ഒപ്പം തന്നെ ഉമൽ ക്വീൻ ഇന്ത്യൻ അസോസിയേഷന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാ ഭാരവാഹികൾക്കും എന്റെയും NTVയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്. ഇനിയിപ്പോ ഒരു ഡാൻസ് ഉണ്ടല്ലോ, ഇനി നമുക്കൊരു പാട്ടായാലോ? ശങ്കര ധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം. ശങ്കര ധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം. കയ്യിൽ പ്രസാദം കണ്ണിൽ പ്രകാശവുമായി സുന്ദരി നിന്നെ ഞാൻ കണ്ടു. ആദ്യമായി കണ്ടു. ശങ്കര ധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം. കയ്യിൽ പ്രസാദം കണ്ണിൽ പ്രകാശവുമായി സുന്ദരി നിന്നെ ഞാൻ കണ്ടു. ആദ്യമായി കണ്ടു. ഓമൽ പ്രതീക്ഷകൾ ഓരോ കിനാവിലും ഓഹരി വയ്ക്കുന്ന പ്രായം. ഓമൽ പ്രതീക്ഷകൾ ഓരോ കിനാവിലും ഓഹരി വയ്ക്കുന്ന പ്രായം. മാതളത്തെ മല താരുണ്യമൊട്ടുകൾ മാറത്തു പൂക്കുന്ന കാലം. മാതളത്തെ മല താരുണ്യമൊട്ടുകൾ മാറത്തു പൂക്കുന്ന കാലം. ആവണിപ്പൂന്തിങ്കളോ വലിച്ചു നിന്നെ ആതിരപ്പോതന്നെ ഉമ്മ വച്ചോ. ആവണിപ്പൂന്തിങ്കളോ മനിച്ചു നിന്നെ ആതിരപ്പോതന്നെ ഉമ്മ വച്ചോ. ശങ്കര ധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം.
കയ്യിൽ പ്രസാദവും കണ്ണിൽ പ്രകാശവുമാ സുന്ദരി നിന്നെ ഞാൻ കണ്ടു ആദ്യമാ കണ്ടു കൺമണി കൺമണിയ നൂറായിരം കൽനാര പുഷ്പങ്ങൾ കോർത്തു കൺമണി കൺമണിയ നൂറായിരം കൽനാര പുഷ്പങ്ങൾ കോർത്തു ആരോമലെ നിനക്കേകുവാൻ ഞാനത്ര പ്രേമോപഹാരങ്ങൾ തീർത്തു ആരോമലെ നിനക്കേകുവാൻ ഞാനത്ര പ്രേമോപഹാരങ്ങൾ തീർത്തു പൂർണിമ നിന്നെ ഞാൻ സ്വന്തമാക്കും നിന്റെ ഭൂമിയിൽ ഞാൻ ചയ്യയാകും പൂർണിമ നിന്നെ ഞാൻ സ്വന്തമാക്കും നിന്റെ ഭൂമിയിൽ ഞാൻ ചയ്യയാകും ശങ്കര ധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം ശങ്കര ധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം കയ്യിൽ പ്രസാദം കണ്ണിൽ പ്രകാശവുമായി സുന്ദരി നിന്നെ ഞാൻ കണ്ടു ആദ്യമായി കണ്ടു ശങ്കര ധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം കയ്യിൽ പ്രസാദവും കണ്ണിൽ പ്രകാശവുമായി സുന്ദരി നിന്നെ ഞാൻ കണ്ടു ആദ്യമായി കണ്ടു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുരുകേഷ്. അപ്പോൾ ഉമ്മൽക്കോയിൻ ഇന്ത്യൻ അസോസിയേഷനിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്കൊരു അടിപൊളി മനോഹരമായ ഒരു ഡാൻസ് കാണാം. തിരുവാതിരയിൽ ശ്രീ പാർവതിയായി പെണ്ണേ നീ രാത്രിയിലാരെ തേടുന്നു ശ്രീമംഗലയായി വനമല്ലികയായി പൂമാലക്കാവിൽ നീ നിന്ദിനു വന്നു നീരാട്ടിനിറങ്ങും നിറപൗർണമിയല്ലേ നീ നീരാഞ്ജനമെരിയും നിൻ മോഹങ്ങളിൽ ഞാനില്ലേ നീരാട്ടിനിറങ്ങും നിറപൗർണമിയല്ലേ നീ നീരാഞ്ജനമെരിയും നിൻ മോഹങ്ങളിൽ ഞാനില്ലേ കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ കാൽത്തള കൊഞ്ചിയ നാണം പോലെ നിലാവിലൊരുങ്ങി മയങ്ങണ പെണ്ണെ കണ്ണാടി തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് നാടോടി കഥയുടെ വണ്ണാത്തിപ്പുഴയുടെ തീ